Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ബാരിയേഴ്സ് ടു ഡിസ്പേഴ്സൽ ആണ്. എന്താണ് പ്രധാനപ്പെട്ട ബാരിയേഴ്സ്? ഡിസ്പേഴ്സലിന് മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ബാരിയേഴ്സ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്. Now we are going to discuss about why we study dispersal and migration. What is the significance of this particular topic as far as ecological science is concerned? എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്? The study of dispersal and migration is very important. ഡിസ്പേഴ്സലും മൈഗ്രേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ട്? ഇറ്റ് ഇൻക്ലൂഡ് അഡ്വാൻസസ് ഇൻ വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻസ് സച്ച് ആസ് മോളിക്കുലാർ ബയോളജി ആൻഡ് ജെനറ്റിക്സ്, ബയോജിയോകെമിസ്ട്രി, റിമോട്ട് സെൻസിങ് and we can say that telemetry. Telemetry means we have to measure the particular organism dispersal with based on their character, based on their environmental factors, etc. അപ്പോൾ ഒരു വലിയ ഡിസിപ്ലിനിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് ഈ പറയുന്ന ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ് ദ ഹിസ്റ്റോറിക്കൽ ബയോജിയോഗ്രാഫേഴ്സ് ടു റീകൺസ്ട്രക്ട് ദ ബയോജിയോഗ്രാഫിക് ഹിസ്റ്റോറീസ് ഓഫ് ലീനിയേജസ് ബൈ അനലൈസിങ് ജനറ്റിക് സിമിലാരിറ്റി ഓഫ് ദെയർ എക്സ്റ്റൻഡ് ഡിസെൻഡൻസ്. അപ്പൊ പലപ്പോഴും എക്കോളജിസ്റ്റുകൾക്ക് പല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഇങ്ങനെയുള്ള ഡിസ്പേഴ്സൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ബൈ അനലൈസിങ് ദെയർ ബയോകെമിസ്ട്രി, ബൈ അനലൈസിങ് ദെയർ മോളിക്കുലർ ക്യാരക്ടേഴ്സ്, എക്സെട്ര. Biochemists are now capable of conducting analogs reconstructions by measuring the level of stable isotopes in the tissues of individuals that may have dispersed long distance. അങ്ങനെ വളരെ പ്യൂർലി നമുക്ക് പറയാൻ പറ്റും മോളിക്കുലാർ ലെവലില്, ബയോകെമിക്കൽ ലെവലില്, ടിഷ്യൂ ലെവലിലൊക്കെ they have to analyze their close relations based on the environmental factors. So we can say that this topic is very important as far as ecology, evolution, biochemistry, molecular biology, etc. Some scientists are capitalizing on advances in remote sensing to visualize the 3D movements of species through acrosphere. അതായത് we can say that പല രീതിയിലുള്ള സ്റ്റഡീസ്, especially in the case of we can say that the remote sensing, ഇതെല്ലാം എയറോസ്ഫിയർ വഴി, ആകാശം വഴി പ്രൊട്ടക്ട് ചെയ്യാനും ആകാശം വഴി ഡിറ്റക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓർഗാൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റഡീസിനെ സഹായിക്കും എന്നുള്ളതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഡിസ്പേഴ്സൽ ഈസ് എ ബ്ലെസ്സിങ് ഫോർ മെനി ഓഫ് ദ എൻവയോൺമെന്റലിസ്റ്റ് to analyze the pattern of deviation, to analyze the pattern of growth, dispersal, dispersion, etc. So that is why we are studying this particular concept, that is dispersal. Okay, now we are going to discuss about resistance. എന്താണ് resistance എന്ന് പറയുന്നത്? What is actually environmental resistance? Factors that reduces the growth rate of population. It is when a population does not reach its biotic potential because there are factors that affect the growth. അല്ലേ? നമുക്കറിയാം പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നിരന്തരമായിട്ട് ഓർഗാനിസത്തിന് ബാരിയേഴ്സ് ആവുന്നുണ്ട്. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അത് ബാരിയേഴ്സ് ഉണ്ടാക്കുന്നു, ബ്രേക്കിംഗ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പല ഫാക്ടേഴ്സും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് ഷോർട്ടേജ് ഉണ്ട്, വാട്ടർ, ഫുഡ്, ഡിസീസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഓഫ് ഓർഗാനിസം, പ്രിഡേഷൻ. All these are some of the important factors which influence the environmental resistance, which influence the resistance toward the organism based on the environment. അപ്പോൾ പലതരത്തിലുള്ള എൻവയോൺമെന്റിന്റെ ഇപ്പം തന്നെ മഴ പെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും പല ഓർഗാനിസത്തിനും പുറത്തിറങ്ങാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ environmental resistance. So we can say that environmental resistance is an important factor that always affect ecology and environment. Now നമ്മളെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യാരിങ് കപ്പാസിറ്റി. എന്താണ് ക്യാരിങ് കപ്പാസിറ്റി? ഇവർ ഓട്ടോറിക്ഷയിൽ മാക്സിമം കൊള്ളാൻ പറ്റുന്നത് 6 ആൾക്കാരാണെന്ന് വിചാരിക്കുക, അല്ലേ? ചില ടൈപ്പ് ഓട്ടോറിക്ഷ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യാരിങ് കപ്പാസിറ്റി. ഒരു ബൈക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ആണ് മാക്സിമം, അല്ലെ? 3 ആൾക്കാർ പോകുന്ന നമുക്ക് കാണാറുണ്ട്, അതിലധികം ആൾക്കാർ പോകാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് ആക്ച്വലി ക്യാരിങ് കപ്പാസിറ്റി? Carrying capacity is the maximum number of individuals in a particular population that the environment can support over an indefinite period of time in terms of food, space and shelter. അല്ലേ? ചില സ്ഥലത്ത് ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് പല ബിൽഡിങ്ങിന് നമ്മൾ ആൾക്കാർ കയറി നിന്നിട്ട് ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാറുണ്ട്. കാരണം
അതിന്റെ ക്യാരിങ് കപ്പാസിറ്റിന്റെ ബിയോണ്ട് ലിമിറ്റ് ആണ് ആ പറയുന്ന ആൾക്കാർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഹാബിറ്റാറ്റും അങ്ങനെ തന്നെയാണ്. ഒരു മരത്തിന്റെ മുകളിൽ ഒരുപാട് പക്ഷികൾക്ക് ജീവിക്കാൻ കഴിയില്ല. 5 സെന്റിൽ മാക്സിമം ജീവിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിനാണ് അല്ലെ. അതേസമയം അത് കോളനിയായി മാറാറുണ്ട്. കോളനി ആകുന്ന സമയത്ത് അവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, അസുഖം വരും, അവസാനം അവർ അവിടെ നിന്ന് പോകാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ എക്കോളജിക്കൽ കൺസെപ്റ്റിന്റെ ബേസിലുള്ള കാര്യമാണ് കുട്ടികളെ. എന്താണ് ക്യാരിങ് കപ്പാസിറ്റി? വി ക്യാൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. See, this is a carrying capacity example. The maximum number of individuals of a given species that can be supported on a sustainable basis. സുസ്ഥിരമായിട്ട് ഒരുപാട് കാലം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എൻവയോൺമെന്റിന്റെ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ പോപ്പുലേഷൻ എക്കോളജി, ഒരു പോപ്പുലേഷൻ എക്കോളജിയിൽ ക്യാരിങ് കപ്പാസിറ്റി എന്താണ്? The carrying capacity is the population size at which the population growth rate equals 0. അല്ലെ, ഒരു പോപ്പുലേഷൻ ഒരു നല്ലൊരു ക്യാരിങ് കപ്പാസിറ്റി ആണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും സീറോയിലാണ് കാണുക. കാരണം അവിടെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, എവരിത്തിങ് ദേ ഹാവ് ടു സപ്ലൈ. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി എന്ന് വളരെ വിശദമായിട്ട് പറയുന്നത്. വാട്ട് ദ സയന്റിസ്റ്റ് ആർ റിയലി സേസ് ഈസ് ദാറ്റ്, എന്താണ് യഥാർത്ഥത്തിൽ ക്യാരിങ് കപ്പാസിറ്റിയെ കുറിച്ച് സയന്റിസ്റ്റുകൾ പറയുന്നത്? If you add up all the supplies in the world, we can say that, and divide them up according to the amount that a typical American uses, then there is only enough for 2 billion people. ഒന്നുമില്ല, നമ്മളൊരു പണ്ട് ഗളിവറിന്റെ ലിലിപുട്ട് എന്ന് പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കാൻ. ഗളിവർ എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യനാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ മനുഷ്യന്റെ മുകളിൽ ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്ന് അല്ലെ, ഒരുപാട് ആൾക്കാർ, ഒരു വലിയൊരു മനുഷ്യൻ അവിടെ കിടക്കുന്നു, അതിന്റെ മുകളിൽ കുറെ ആൾക്കാർ വന്ന് നിൽക്കുന്നതാണ്. അതായത് ഗളിവർ എന്ന് പറയുന്നത് വലിയൊരാളാണ്, അയാൾ എത്തിയിരിക്കുന്ന സ്ഥലം ചെറിയ മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മള് ചില അങ്ങനെ വയസ്സുണ്ടെങ്കിലും വലുപ്പം തോന്നിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്പേസ് ആയിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഗളിവർ പോയ സ്ഥലം. പക്ഷെ കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ മുകളിൽ കയറിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? അയാൾ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയല്ല. വാട്ട് ദ സയന്റിസ്റ്റ് റിയലി സേസ് ദാറ്റ് ഇഫ് യു add up all supplies in the world and divide them according to the amount that a typical American uses, then there is only enough for 2 billion people. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമുക്ക് കുറച്ച് ആൾക്ക് 2 billion പീപ്പിളിന് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ് കൺസെപ്റ്റ്. We have almost 7 billion people. നമുക്കറിയാം, നമ്മൾ 7 billion people നമ്മുടെ മുമ്പിലുണ്ട്. So the amount of fuel, water, electricity, etc. is just not enough to go around. That is the problem that we are facing. അപ്പോൾ ക്യാരിങ് കപ്പാസിറ്റിയുടെ ലിമിറ്റിന് അപ്പുറത്തേക്ക് ആൾക്കാർ പോവാണ്. വണ്ടികൾ അതിന് കൂടുതലായി, ആളുകൾ അതിൽ കൂടുതലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൂമി എന്തെങ്കിലും ചെയ്യും. അതിന്റെ ഒരു ഭാഗമാണ് കോവിഡ് ഒക്കെ. ഒരു കൺട്രോളിംഗ് ആണ്. കുറെ ആൾക്കാരെ മരിപ്പിക്കുക എന്നുള്ളത് നാച്ചുറലി മരിക്കുന്നില്ലെങ്കിൽ ഭൂമി തന്നെ മരിപ്പിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എൻവയോൺമെന്റ് ഇന്റർഫിയറൻസ്. Some people are left out. We know this is the case because only about 1.2 billion people live in higher developed countries, while the other 4.8 billion people have to make do with less. അല്ലെ, ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ചില തിങ്കിങ് ആണ് regarding the most important concept called carrying capacity. When some scientists say that carrying capacity of Earth is 40 billion, they are says that if the richer people give up all their luxuries such as cars, electricity, education, clean water, meat, etc., that would allow us to provide minimum amount of supplies to much larger number of people. നമുക്കറിയാം, വലിയ ആൾക്കാർ വല്ലത് ഉപയോഗിക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ ഇമ്പോർട്ടന്റ് ക്യാരിങ് കപ്പാസിറ്റി കൺസെപ്റ്റ്. ഓക്കെ, in fact, scientists says we could provide minimum supplies of 40 billion people if no one live luxury modern lifestyle like the average Americans of 2001. അല്ലെ, ആവറേജ് ആയിരിക്കും അമേരിക്കക്കാര് 2001 സാധാരണ പോലെ ജീവിച്ചത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അമേരിക്കക്കാരെ പോലെ ജീവിക്കുന്നത്. അതുകൊണ്ട് എക്കോളജിക്ക് സ്വാഭാവികമായിട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. 2018 നടന്ന പ്രളയവും 2019 നടന്ന മണ്ണിടിച്ചിലും ഒക്കെ ക്യാരിങ് കപ്പാസിറ്റിന്റെ ബിയോണ്ട് ദ ലിമിറ്റ് കാണുന്നതിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാരിയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ക്യാരിങ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് എ മാക്സിമം പോപ്പുലേഷൻ എ ഹാബിറ്റാറ്റ് ക്യാൻ സപ്പോർട്ട് indefinitely. Population exceeds it for long period, degrades its environment and reduces future carrying capacity. Annual reproduction, normally
ഒരു എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ക്യാരിങ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ബ്രീഫായിട്ട് നമുക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് കൺസെപ്റ്റ് ഓഫ് ക്യാരിങ് കപ്പാസിറ്റി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ